ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ആ ദൈവത്തിൻ്റെ പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയും നമ്മൾ ഒരുക്കപ്പെടേണ്ടുന്ന ഓരോ മാർഗങ്ങളും ഓരോ രീതികളുമാണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതുമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, മലകളിലൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ യാത്രയിൽ ഇങ്ങനത്തെ ധാരാളം സാഹചര്യങ്ങൾ വരാം. പക്ഷെ ഓരോ സാഹചര്യത്തിലും നമുക്ക് ജയിച്ചു മുന്നേറേണ്ടതുണ്ട്. കാരണം നമ്മൾ ജയാളിയുടെ കൂട്ടത്തിലാണ്. നമ്മൾ ജയിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. തോക്കാൻ വേണ്ടി അല്ല, ജയിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഹല്ലേലൂയ ആയിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ജയിക്കാം? ജയിക്കുന്നതിന് യേശു നമ്മളെ ഒരുക്കുന്ന ഒരു രീതിയുണ്ട്. ചില ബിബ്ലിക്കൽ സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ വചനത്തിലോട്ട് കടക്കുവാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി നമുക്കെല്ലാം അറിയാവുന്ന 121 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ 121 സങ്കീർത്തനം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു രീതി, അത് വർഷങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതി ശരിയല്ല എന്ന്, പ്രത്യേകിച്ച് ഈ 1 വാക്യം, അതിൻ്റെ ആശയം വ്യത്യസ്തമാണെന്ന് ഇന്ന് ദൈവം വളരെ വ്യക്തമായി എന്നെ പഠിപ്പിച്ച ഒരു ദിവസം കൂടാണ്. കാരണം ഈ 121 സങ്കീർത്തനം ദൈവം ഇന്ന് എന്നോട് ഇടപെട്ടപ്പോൾ വേറൊരു രീതിയിലാണ് ഇടപെട്ടത്. ദൈവം പറഞ്ഞു അവിടെ തന്നെ അതിൻ്റെ കാര്യം കിടപ്പുണ്ട്. അതായത് ഒരു പ്രതിബന്ധമാകുന്ന, തടസ്സമാകുന്ന ഒരു മലയാണോ, അല്ലെങ്കിൽ ഒരു സഹായമാകുന്ന, അല്ലെങ്കിൽ സിയോൻ പർവ്വതം പോലത്തെ ഒരു മലയാണോ? ഇവിടെ നമ്മളിത് വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. I will lift up my eyes to the mountains. From where shall my help come? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ പർവ്വതത്തിലോട്ട് നോക്കിയപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം മനസ്സിലായി. അവന് ചില സഹായങ്ങൾ വേണം. അല്ലെങ്കിൽ ആ പർവ്വതത്തിലോട്ട് നോക്കിയ സമയത്ത് അവൻ അതൊരു ആശ്വാസമായോ ആശ്രയമായിട്ടല്ല തോന്നിയത്. പകരം അവനൊരു
ഈസ് എ നീഡി പേഴ്സൺ, അല്ലെങ്കിൽ പുള്ളിക്കൊരു സഹായം ആവശ്യമായിട്ടാണ് അവനത് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ പർവ്വതം നമ്മളെ സഹായിക്കുന്ന, അനുകൂലിക്കുന്ന പർവ്വതമല്ല, പകരം നമുക്ക് സഹായം വേണ്ട, അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയ പ്രതിബന്ധമായി ഈ പർവ്വതം. ഹല്ലേലൂയ. അത് നമ്മുടെ രോഗമായിരിക്കാം, അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയായിരിക്കാം, അത് നമ്മുടെ മുന്നിലെ ഉള്ള ടാസ്ക് അത് എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യുമെന്നറിയില്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ പലവിധമായ സോഷ്യലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള പല പ്രഷറായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കാം, ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, ദുഷ്ടപിശാചിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വലിയ പർവ്വത സമാനമായ അറ്റാക്ക് ആയിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് മുതൽ ഈ ഒരു വചനം പ്രിയ ദൈവമക്കളെ ആ രീതിയിൽ എടുക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പോ ഇവിടെ നമ്മൾ ഈ പർവ്വതത്തിലോട്ട് നോക്കിയപ്പോൾ, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ നോക്കിയപ്പോൾ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം മനസ്സിലായി, അവനെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അവന് സഹായം വേണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ പഠിപ്പിച്ച ഒരു വലിയ ഒരു സത്യമുണ്ട്, വളരെ ശക്തമായ ഒരു സത്യം, വളരെ ശക്തമായ ഒരു സത്യം. ആ ഒരു കാര്യത്തിന്റെ മിസ്സിങ്ങാ നമ്മളെ ഒരു പക്ഷേ ഇത്രയും നാൾ ഡ്രാഗ് ചെയ്യിപ്പിച്ചത്. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കാണുമ്പോൾ അവിടെ കണ്ണടക്കിയല്ല വേണ്ടത്, അതിനെ തൻ്റെ ഇടത്തോടെ നോക്കണം. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ മുഖത്തോട്ട് തന്നെ നോക്കണം. ഹല്ലേലൂയ. ഇന്ന് മുതൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കോ. പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ കാണുമ്പോൾ കണ്ണടക്കുകയും അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഇടപാട് മാറ്റി, ഹല്ലേലൂയ, അതിന്റെ മുമ്പിൽ ചങ്ക് വിരിച്ച് ആമേൻ ധൈര്യത്തോടെ അതിനെ നോക്കണം. ഫസ്റ്റ് പടിയ പ്രതികൂലം മാറേണ്ടതിന്റെ. അതല്ലാതെ ആ പ്രതികൂലം വരുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ഉദ്ദേശമെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, താങ്കൾക്ക് തെറ്റി. ആ പ്രതികൂലം നിന്നെ ഓടിക്കുകയും നിന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന അല്ലാതെ നിങ്ങൾക്കൊരിക്കലും അതിനെ ജയിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്. ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെയാ. ഞാനത് പഠിപ്പിക്കാം, ഞാൻ അതിലോട്ട് വരാം. ഹല്ലേലൂയ. കാരണം ഇവിടെ ആ പർവ്വതത്തെ കണ്ടപ്പോ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം, അവന്റെ ഉടനെ അവന്റെ ഉള്ളിൽ തികട്ടി വന്നത്, എനിക്കൊരു സഹായം വേണമെന്ന്. ഐ നീഡ് എ ഹെൽപ്പ്. ഓഫ് കോഴ്സ് ഐ കനോട്ട് ഹാൻഡിൽ ബൈ മൈസെൽഫ്, ബട്ട് ഇഫ് ഐ ഹാവ് സം സെർട്ടൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഹെൽപ്പ് എൻ്റെ ഉണ്ടെങ്കിൽ ഈ പർവ്വത്തെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഒരു സഹായം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ആമേൻ, എനിക്ക് ഈ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ സഹായം ഏതാണെന്നറിയാവോ? ആമേൻ. ആ സഹായമാണ് എൻ്റെ സഹായം. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ. ഹല്ലേലൂയ. ആ യഹോവയെങ്കിൽ നിന്നാ എൻ്റെ സഹായം വരുന്നത്. ഇത് ജസ്റ്റ് ഒരു പർവ്വതമാ. ആമേൻ. ഹല്ലേലൂയ. ഈ പർവ്വതം നിൽക്കുന്ന ഭൂമി ഉണ്ടല്ലോ, ആ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ പർവ്വതം നിൽക്കുന്ന ഭൂമി ഉണ്ടാക്കിയത് എൻ്റെ അപ്പനാ.
ഓ ഹല്ലേലൂയ. ഓ യെസ്, ഈ ഭൂമിയുടെ യെസ് പുറത്ത് കാണുന്ന ആകാശവും ആകാശ മണ്ഡലവും യൂണിവേഴ്സിലും ഗാലക്സികളും ഒക്കെ ഉണ്ടാക്കിയത് എൻ്റെ അപ്പനാ. അവനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ മുട്ടുസൂചി പോലെ ഉള്ളൂ. എനിക്കൊരു പക്ഷേ ഇത് പർവ്വതമായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ദൈവത്തിന് ഇത് ഉണ്ടാക്കിയവന് അത് വെറും ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അവനതൊരു ഒരു പൊടി മാത്ര. അവനൊന്ന് ഊതിയാ പകർക്കുന്ന സാധനമാ. ഹല്ലേലൂയ. യെസ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുന്നിൽ വരുന്ന ഏത് പ്രതിബന്ധമാണെങ്കിലും ഇന്ന് മുതല് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കോട്ടോ. യെസ്. ഇന്ന് മുതൽ അതിന്റെ ആറ്റിറ്റ്യൂഡ്, അത് രോഗമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, സാത്താൻ ഇത്രയും നാള് മുന്നേ വെച്ച എന്ത് പ്രതിബന്ധമായിക്കോട്ടെ, വിദ്യാഭ്യാസമാണെങ്കിൽ, നമ്മുടെ ഫ്യൂച്ചർ ആണെങ്കിൽ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും യെസ്, നമ്മളെ സാത്താൻ സ്ക്യൂസ് ചെയ്ത് യെസ് ഒരു പ്രത്യേക രീതി ഞെക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാവോ? യെസ് ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അതിനെ ഡീൽ ചെയ്യണോന്ന് ഡീൽ ചെയ്തിട്ടില്ല. നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും നോക്കണം. എന്നോ ഇന്ന് മുതൽ പരിപാടി മാറ്റി. ഓ ഹല്ലേലൂയ. എന്റെ ഈ വചനം കേൾക്കുന്ന ഓരോ യെസ് ദൈവവൈദ്യങ്ങളും എല്ലാ വിശ്വാസികളും യെസ് ഹല്ലേലൂയ, ദൈവത്തിന്റെ സഹായം ശരിക്കും ഹല്ലേലൂയ എടുത്തോണ്ട് എത്ര വലിയ പ്രതിബന്ധമാണെങ്കിലും ഇന്ന് മുതൽ ആ പ്രതിബന്ധത്തെ നോക്കണം. എന്തിനാ നോക്കണമെന്നറിയാവോ? അതിനെ തകർത്ത് മാറ്റാൻ, അതിനെ കീഴ്പ്പെടുത്താൻ. യെസ്, കാരണം ഓ ഹല്ലേലൂയ. യെസ് 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 യെസ്, ഒരു വലിയൊരു ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു ശക്തനായ, സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇനി നമുക്ക് അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആ എക്സിക്യൂഷൻ, അതെങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിലോട്ട് പോകാം. എനിക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിൻ്റെയും ജീവിത അനുഭവങ്ങളിൽ പലവിധമായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴുമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് ജയിക്കാനാണെങ്കിൽ ഓടി ഒളിക്കുന്ന സ്ട്രാറ്റജി അല്ല ഓ നമ്മുടെ യേശു അപ്പച്ചൻ കാണിച്ചു തന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ മിനിസ്ട്രിയില് ഹല്ലേലൂയ എവിടെങ്കിലും ഹല്ലേലൂയ ആമേൻ തോറ്റു പിന്മാറിയതായിട്ട് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്ട്രാറ്റജി തന്നെ നമ്മൾ എടുക്കണം. ഏറ്റവും വലിയ ജയമാണ് ക്രൂശിലെ ജയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വന്ന സമയത്ത് ഹല്ലേലൂയ യേശു പറഞ്ഞ ഒരു കാര്യം, എന്റെ പിതാവിനോട് ചോദിച്ച ഈ റോമ സാമ്രാജ്യത്തെ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ അതല്ല അതിനകത്തെ കാര്യം. യേശു വന്ന മിഷൻ കംപ്ലീറ്റ് ആവണം. ക്രൂശിലെ മരണം ഹല്ലേലൂയ മാനവരാശിക്ക് വേണ്ടി അവൻ ചെയ്ത ഏറ്റവും വലിയ വിജയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താൻ അവിടെ പരാജയപ്പെട്ടെ. അതെ ഹല്ലേലൂയ. അവനെ ക്രൂശിൽ ഒടുക്കാമെന്ന് ഹല്ലേലൂയ ദുഷ്ടപിശാച് കരുതിയെങ്കിൽ ഹല്ലേലൂയ ആ ക്രൂശിൽ നിന്ന് ഹല്ലേലൂയ ആ മരണത്തിൽ നിന്ന് ഹല്ലേലൂയ അതെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മളോട് സംസാരിക്കുന്ന ആ യേശുവിന്റെ വചനമാണ് ഇന്നും നമ്മളെ നിർത്തുന്നത്. ഹല്ലേലൂയ. അന്ന് അവൻ അവിടെ ഹല്ലേലൂയ പരാജയപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കില്ല. കാരണം ഹല്ലേലൂയ അവൻ ആത്മാവിനെ തരുന്നവനാ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി കേട്ടതുപോലെ
അവന്റെ ആത്മാവിനെയാ. അതങ്ങോട്ട് അനുസ്മരിക്കുമ്പോ, ആ യേശുവിലോട്ട് നമ്മുടെ സ്പിരിറ്റിനെ കൊടുക്കുമ്പോ തിരിച്ചു തരുന്നത്, ഓ യെസ്, ഹല്ലേലൂയ, പരാജയപ്പെട്ടൊരു വ്യക്തിയുടെ ആത്മാവല്ല, ജയിച്ചവന്റെ ആത്മാവാ തരുന്നത്. ഹല്ലേലൂയ, അവനാ കൂടെ. ഓ യെസ്, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോ, ആ യേശു അപ്പൻ അവനെയാ നമുക്ക് തരുന്ന. കൂട്ടത്തിലങ്ങ് വിടണേ. റെസ്റ്റ് ഹോളി സ്പിരിറ്റ് വിൽ ഹാൻഡിൽ. അതുവരെ കിട്ടാത്ത ഐഡിയ, അതുവരെ കിട്ടാത്ത ശക്തി, അതുവരെ കിട്ടാത്ത ബലം അപ്പൻ തരും. ഒറ്റ കേസേ ഉള്ളൂ, പ്രതികൂലം പ്രതിബന്ധം മലകൾ കാണുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആമേൻ ഓടി വിളിക്കാൻ പാടില്ല. ഫേസ് ഇറ്റ്, കോൾ ജീസസ് ആൻഡ് ഡിഫീറ്റ് ഇറ്റ്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിലോട്ട് കിടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:9 മുതൽ. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവീൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലുത് ചെയ്യും. ഇനി ഇവിടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ പർവ്വത സമാനമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ യേശുവിനെ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ യേശുവിനോട് ചേർന്ന് നിന്ന് അതിനെ എങ്ങനെ തരണം ചെയ്യും, എങ്ങനെ അതിനെ ഡിഫീറ്റ് ചെയ്യും എന്നാണ് യേശു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം യേശു ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്തു. ഇവിടെ പക്ഷെ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലുത് ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു ജസ്റ്റ് 3.5 വർഷം കൊണ്ട് ചെയ്ത ആ മിനിസ്ട്രിയാണ് ഇന്നും അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2000-ൽ പരം വർഷങ്ങളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2000-ൽ പരം വർഷങ്ങളുള്ള ഏതെങ്കിലും കൺട്രി ഉണ്ടോ? 2000-ൽ പരം വർഷങ്ങളുള്ള, ഏതെങ്കിലും കൺട്രി ഇൻ ദ സെൻസ് ഭരണാധികാരി, ഐ എം നോട്ട് സേയിങ് അബൌട്ട് ദ സെർട്ടൻ പ്രൊവിൻസ്, റാദർ ഒരു ഭരണ സിസ്റ്റം. ഹല്ലേലൂയ. അപ്പൊ ഈ ഭരണ സിസ്റ്റങ്ങളൊക്കെ മാറി മാറി വരും. ഒരു അധികാര കേന്ദ്രം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. യേശു ആണ് ആ ഒരു സിസ്റ്റം. 2000-ൽ പരം വർഷമുള്ള ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ? അപ്പോ നമ്മള് ഈ കാര്യം ഒന്ന് ശരിക്കും ആഴത്തിൽ പഠിക്കേണ്ടതാണ്. യേശു എങ്ങനെയാണ് യേശുവിൻ്റെ മിനിസ്ട്രി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായ നമുക്കും
യേശു ഇതിന് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ അതിലും ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും യേശു നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തി നമുക്ക് ചെയ്തേ പറ്റൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ടെക്നിക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിവിടെ എഴുതിയിട്ടുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെയാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. 4 വാക്യം, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. അതിനെപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പ്രാക്ടിക്കൽ അതിന്റെ കാര്യം, അതായത് നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന്റെ അടുത്ത് കൊടുത്തിട്ട് യേശുവിന്റെ സ്പിരിറ്റ് നമ്മളോട് കൂടെ ഇരുന്ന്, അതായത് ഹീ ഈസ് ദ വൺ വിത്ത് അസ്. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമുക്ക് കറക്റ്റായിട്ട് ആ വഴിയിൽ നടത്തും. അവൻ നമ്മളെ ജീവനിൽ നടത്തും. അവൻ നമ്മളെ സത്യത്തിൽ നടത്തും. അവനിൽ നീതിയുണ്ട്, ന്യായമുണ്ട്, സത്യമുണ്ട്, സ്നേഹമുണ്ട്. എല്ലാം അവൻ കൂടെ ഉണ്ടെങ്കിൽ പറ്റും. ഹല്ലേലൂയ. പക്ഷെ ഇവൻ നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തുമില്ല. പകരം സാത്താനായിരിക്കും നമ്മുടെ കൂടെ. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഡീപ്പായിട്ട് പ്രാക്ടിക്കൽ അത് കണ്ടതാണ്. അപ്പൊ അത് യേശു നമ്മുടെ കൂടെ ഇരിക്കുന്ന സിസ്റ്റം കഴിഞ്ഞ ദിവസങ്ങളിലെ വചനം വളരെ വ്യക്തമായി ഉള്ളിൽ എടുത്ത് യേശുവിനെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന്റെ കൊടുത്ത് യേശുവിന്റെ സ്പിരിറ്റ് നമ്മൾ വന്ന് ഒരു നല്ലൊരു ലിസണറായി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഹല്ലേലൂയ യേശു പറഞ്ഞു തരുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ക്രിസ്ത്യൻ ലൈഫിലെ ബേസിക് ആണ്. ഈ ഒരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ക്രിസ്ത്യൻ ലൈഫിലെ അതായത് ഒരു കാര്യവും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. അതായത് അത് ഈ നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന്റെ കൊടുക്കുകയും യേശു നമ്മളിൽ വന്ന് വസിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ ക്രിസ്ത്യാനിയായ താങ്കൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ താല്പര്യം ഇല്ല എങ്കിൽ, അറിയില്ല എങ്കിൽ പറഞ്ഞുതരാം, പക്ഷെ താല്പര്യമില്ല എങ്കിൽ താങ്കളെ വെയിറ്റ് ചെയ്യുന്നത് നിത്യനാശമാണ്, സാത്താന്റെ കൂടെയുള്ള വാസമാണ്. ഫ്രാങ്ക്ലി പറയാം, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് ട്രൂ. കാരണം യേശു ഒരിക്കലും താങ്കളുടെ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറൂല. യേശു പറഞ്ഞു തരും, വ്യക്തമായി പറഞ്ഞു തരും. താങ്കളുടെ ഹൃദയവാതിലിൽ മുട്ടാൻ പാകുന്ന എത്രയും പാകത്തിന് മുട്ടും, അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ മുട്ടും. പക്ഷെ താങ്കൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ, താങ്കളുടെ സ്പിരിറ്റ് യേശുവിന് കൊടുത്തില്ലെങ്കിൽ, യേശുവിന് താങ്കളിലോട്ട് യേശുവിന്റെ സ്പിരിറ്റിനെ തരാൻ പറ്റത്തില്ല. ഇനിയും ഇത് മനസ്സിലാക്കി ഒരു കാര്യം കൂടി കേട്ടോ. സാത്താന്റെ കാര്യത്തിൽ വരുമ്പോ സാത്താന് താങ്കളെ വശീകരിച്ച് താങ്കളെ ഉള്ളിലോട്ട് പ്രലോഭിപ്പിച്ച് സാത്താന്റെ സിസ്റ്റത്തെ ഇടിച്ചു കയറ്റാൻ പറ്റും. സാത്താൻ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സാത്താൻ കള്ളനാണ്. അവൻ എങ്ങനെയെങ്കിലും വന്ന് വഴി ഉണ്ടാക്കി കയറിക്കോളും. എന്നിട്ട് അവന്റെ എല്ലാ ഈവിൾ സാധനങ്ങളും താങ്കളിൽ ആക്കി പക്കാ ഈവിളാക്കി സാത്താന് എന്ത് വെച്ചിരിക്കുന്നോ ആ അഗ്നിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് സാത്താന്റെ സിസ്റ്റം. ഇത് മനസ്സിലാക്കി പർപ്പസ്ഫുള്ളി യേശുവിനെ വിളിച്ചാൽ മാത്രമേ യേശുവിനോട് കൂടെ വാഴുവാനും ഇപ്പം പറയുന്ന ഈ പർവ്വതത്തെയൊക്കെ തോൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിലാവുള്ളൂ. ഞാൻ പരിശുദ്ധാത്മാവ് പിന്നെയും എന്നെ അത് ഹേമിപ്പിച്ചതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നതാണ്. ഹല്ലേലൂയ. അപ്പോ യേശു ഇവിടെ പറഞ്ഞു തരുന്ന ആ രീതി നോക്കാം. യേശു അവനോട് പറഞ്ഞത് 9 വാക്യം, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ. അപ്പോ
യേശു അവരോട് കൂടെ ഇത്ര നാള് ഉണ്ടായിട്ടും അവർക്ക് അല്ലെങ്കിൽ അറിയാത്തതോ അവര് ശ്രദ്ധിക്കാത്തതോ ഒരു കാര്യം യേശു ഇന്ന് അല്ലെങ്കിൽ ഈ 14-ാം അധ്യായത്തില് അവരെ പഠിപ്പിക്കുകയാണ്, നമ്മളെയും പഠിപ്പിക്കുകയാണ്. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ഹല്ലേലൂയ. അപ്പോ യേശു വളരെ വ്യക്തമായിട്ടൊരു കാര്യം ഈ ശിഷ്യന്മാരെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാരെ, ഞാനുണ്ടല്ലോ, ഞാൻ ആ ദൈവം, ഹല്ലേലൂയ, ആ ദൈവം എന്നിൽ വസിക്കുന്നതാ. ഇത് നമ്മളോടും ഓരോരുത്തരോടും പറയുന്ന ഭയങ്കര ശക്തമായ വചന. ശിഷ്യന്മാർക്ക് യേശുവിനെ കൂടാതെ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് പിതാവിന്റെ അടുത്തോട്ട് പോകണോ, അല്ലെങ്കിൽ പിതാവെന്ന് പറയുന്ന ആ ദൈവം ആ ദൈവത്തെ കാണണമെന്ന് ശിഷ്യന്മാര് ചോദിക്കുമ്പോൾ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇവിടുത്തെ ഈ ആശയം നമ്മളൊരു പ്രത്യേകമായ രീതിയിൽ തന്നെ എടുക്കേണ്ടതാണ്. യേശു പറഞ്ഞ ആൻസറിൽ അതുണ്ട്. യേശു പറയാണ്, സുഹൃത്തെ, ഈ പിതാവ് എന്നിൽ വസിക്കുകയാണ്. ഓ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഐഡന്റിറ്റിയിലല്ല ഇവിടെ നിൽക്കുന്നത്. അത് അവിടെ കറക്റ്റായിട്ട് എഴുതുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഇന്ന് ഈ വാക്യവും നമ്മൾ ഇന്നലെ പഠിച്ച കാര്യവും ചേർത്ത് പഠിക്കുക. ഹല്ലേലൂയ. അതായത് എന്റെ സ്പിരിറ്റ് യേശുവിനെ കൊടുത്തിട്ട് യേശുവിന്റെ സ്പിരിറ്റ് എന്നിൽ വരുമ്പോൾ ഞാൻ പറയുകയും ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് യേശു റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓ ഹല്ലേലൂയ. അതാണ് യേശു അവിടെ കാണിച്ചത്. ഹല്ലേലൂയ. അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്പിരിറ്റിനെ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കണം. ഹല്ലേലൂയ. ആമേൻ. ഓ പ്രിയ ദൈവമക്കളെ, നിങ്ങളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ആ ഒരു സ്റ്റാറ്റസ് ആണ്. ഹല്ലേലൂയ. യേശു സ്വയമായിട്ടല്ല ചെയ്യുന്നത്, പകരം യേശുവിൽ പിതാവ് വസിച്ച് പിതാവിൽ യേശു വസിച്ച്, അതായത് ഇവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയും ആ ഒരു നമ്മൾ ഇന്നലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു. അവിടെ എന്താ പറഞ്ഞാണ്? എന്നിൽ വസിക്കുവിൻ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം നമ്മളാണ് നമ്മുടെ സ്പിരിറ്റിനെ യേശുവിലോട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തത് ഉറപ്പാണെങ്കിൽ യേശുവിന്റെ സ്പിരിറ്റിനെ നമ്മളിലോട്ട് തരും. ഇനി ഇവിടെ 14-ാം അധ്യായത്തിൽ യേശു പറയുന്ന ആ സീക്വൻസ് നോക്ക്. ഞാൻ പിതാവിൽ, അവിടെ യേശുവും പിതാവുമാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്തേ? യേശുവിന്റെ സ്പിരിറ്റിനെ പിതാവിലോട്ട് കൊടുത്തിട്ട് പിതാവിന്റെ സ്പിരിറ്റ് യേശുവിലോട്ട് വന്ന് വസിക്കുന്ന അവസ്ഥ. ആമേൻ, 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 ആമേൻ. ഓ ജീസസ്, ഹല്ലേലൂയ. യെസ്, 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 യെസ്. ആമേൻ. നമ്മൾ ഇന്നലെ കണ്ട ആ ഹല്ലേലൂയ, ആ ഒരു പടമൊക്കെ വരച്ചിട്ട് ആ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത കാര്യമുണ്ടല്ലോ, നമ്മളെയൊക്കെ യേശുവിനെ പോലെ ആക്കുന്ന, യേശുവിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആക്കുന്ന, ഓ ലോകം നമ്മളെ കാണുമ്പോ യേശുവിനെ കാണുന്നത് പോലെ ആയിരിക്കണം, ആ പ്രകാശം നമ്മളിലും ചൊരിയണം. ഹല്ലേലൂയ. ആമേൻ. ഇന്നലെ പറഞ്ഞ കാര്യം വെറുതെ കാര്യം. നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന്റെ കൊടുക്കുകയും
യേശുവിന്റെ സ്പിരിറ്റിന് നമ്മളിലോട്ട് വരികയും ചെയ്യുമ്പോൾ യെസ് ഹല്ലേലൂയ, ഈ വചനം അനുസരിച്ച് നമ്മളൊക്കെ ഓരോരുത്തരും യേശുവിനെ പോലെയാ. ആമേൻ. അങ്ങനെ ആവും. ഹല്ലേലൂയ. യെസ് 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 യെസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? എന്നിട്ട് യേശു പറയാ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ പ്രവൃത്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? യേശു നമ്മുടെ ഇടയൻ. നമ്മുടെ മുന്നിലുള്ള ടാസ്ക്, പ്രവൃത്തി എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഒന്നും പ്രശ്നമല്ല. ഒറ്റ കാര്യം നോക്കിയാൽ മതി. മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ സ്പിരിറ്റ് യേശുവിലും യേശുവിന്റെ സ്പിരിറ്റ് നമ്മളിലും ആണ് എന്ന് ഉറപ്പിക്കുകയും, ഈ നമ്മൾ ചെയ്യുന്ന ബിസിനസ്, നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ആയിരിക്കരുത്. നമ്മുടെ ബോസ്, നമ്മുടെ യേശു നമ്മളോട് പറയുന്നത് മാത്രമേ ചെയ്യാവൂ. ഇവിടെ യേശു പറയുന്ന അതേ സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കണം. ഓരോ വിശ്വാസിയും, യഥാർത്ഥമായ വിശ്വാസി, യഥാർത്ഥമായ ആ നിത്യരാജ്യത്തിന് അനുരൂപമാകുന്ന, അല്ലെങ്കിൽ ആ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആ സർദീസിലെ സഭ, വെളിപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായത്തില് ആ സർദീസിലെ സഭകളിൽ ആ ദൂത് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപ്പോ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായ പ്രവൃത്തി കാണാൻ വേണ്ടി ഈ ഒരു സ്ട്രാറ്റജി എടുക്കേണ്ടതുണ്ട്. പൗലോസൊക്കെ പറഞ്ഞ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നൊക്കെ പറയുന്നത് പോലെ യേശു, എസ് പിതാവേ നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ പോലെ ഹല്ലേലൂയ, നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കണമെങ്കിൽ ആദ്യം ഈ ഒരു എഗ്രിമെന്റ്, യേശു നമ്മളിൽ നമ്മളിൽ യേശു വസിക്കുന്നതും അതുപോലെ യേശു നമ്മളിൽ വസിക്കുന്നതുമായ കാര്യം എടുത്തിട്ട് യേശുവിനോട് ചോദിച്ച് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് മുഴുവൻ പറഞ്ഞു തരും. ജസ്റ്റ് ബി എ ലിസണർ. നമ്മൾ ഇന്നലെ ആ ഒരു ആടിന്റെ കാര്യമൊക്കെ നമ്മൾ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതുപോലെ ഒരു കമ്മ്യൂണിക്കേഷനാണ്, മൊത്തം പ്രയറിന്റെ സിസ്റ്റമാണ്. പ്രയർ ആൻഡ് ആക്ഷൻ. ശരിക്കും ആ ഫുൾ നോളജ്, ആ ആക്ഷൻ, ആ ഫുൾ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് ജസ്റ്റ് ഇംപ്ലിമെന്റ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ആ ആശയത്തിന് വേണ്ടി, ആ ഇൻസ്ട്രക്ഷന് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. മൊത്തം ഇൻസ്ട്രക്ഷൻ കിട്ടി കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം എന്നാ പറയോ? ഇൻസ്ട്രക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ദൈവത്തിന്റെ മനസ്സിലേക്ക് അറിയില്ല. നമ്മൾ തന്നെ പലതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കാണെങ്കിൽ ഈ സാത്താൻ എനിമിയുണ്ട്. അവൻ എല്ലാം ഈ പറഞ്ഞ മാതിരി മൊത്തം പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ യേശുവിന്റെ പ്രവൃത്തിയാണോ? ഹീസ് റെസ്പോൺസിബിൾ. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റുവാർഡാണ്, ഒരു സെർവന്റ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം വളരെ ശക്തമാണ്. യേശു വളരെ കറക്റ്റായിട്ട് പറയാം, ഞാൻ സ്വയം എൻ്റെ ഐഡിയയിലല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും. പിതാവ് എന്നിൽ വസിച്ച്, യെസ്, ഓ ജീസസ്, എൻ്റെ പ്രവൃത്തി ചെയ്യും, തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ആരുടെ പ്രവൃത്തിയാ? യേശുവിന്റെ പ്രവൃത്തിയാ ഇവിടെ എഴുതിയാണ്. തൻ്റെ പ്രവൃത്തി, പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ വലിയ ഗ്രേറ്റ് പ്രിവിലേജ് കിട്ടിയ വ്യക്തികളാണ് നമ്മൾ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും നല്ല മിക്കവാറും ഒക്കെ സംസാരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ ഐഡിയയിൽ നിന്ന് ഞാൻ സംസാരിക്കാറില്ല, സാക്ഷ്യമല്ലാതെ, പ്രത്യേകിച്ച് വചനം ഹാൻഡിൽ ചെയ്യുമ്പോൾ. യേശു പറഞ്ഞ വാക്ക, പരിശുദ്ധാത്മാവ് തരുന്നതാ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വചന ശുശ്രൂഷയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മളത് ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ഏൽപ്പിച്ച ടാസ്ക്
അത് ദൈവികമാണ്, ഡിവൈൻ. അത് നമ്മൾ ദൈവത്തോട് അതിന്റെ ഓരോ ആക്ഷൻ അല്ല ആക്ടിവിറ്റീസ് ചോദിച്ചിട്ട് നമ്മളത് ചെയ്യേണ്ടതുണ്ട്. ഹല്ലേലൂയ. 11 വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ഇതൊക്കെ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ. ഹല്ലേലൂയ. യഥാർത്ഥമായി യേശു ഉള്ളിൽ വസിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ ആമേൻ, അവന്റെ പ്രവൃത്തിയിൽ വ്യത്യാസം ഉണ്ടാവും, യുണീക്നെസ് ഉണ്ടാവും. ഹല്ലേലൂയ. ഉറപ്പായിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ സംസാരം, അവന്റെ ഇടപാട്, അവന്റെ പ്രവൃത്തി യെസ് ആമേൻ യുണീക്കായിരിക്കും. അതായത് ഇത് കേൾക്കുന്നവർക്ക്, കാണുന്നവർക്ക് മനസ്സിലാവും അവന്റെ കപ്പാസിറ്റിയിലുള്ള ഒരു ഇടപാടല്ല. അതായത് ശരിക്കും ആത്മീയ കാഴ്ചപ്പാടുള്ളവർക്ക് മനസ്സിലാവും. മറ്റു സാധാരണ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അവര് ഒരുപക്ഷെ ഓർക്കുന്ന ഇവൻ ഒരു എക്സ്ട്രാ ഓർഡിനറി ബ്രില്യന്റോ, അല്ലെങ്കിൽ അവന് ഭയങ്കര പവർ ഉണ്ടോ എന്തോ, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ആത്മീയ കാഴ്ചപ്പാടുള്ളവന് മനസ്സിലാകും അവൻ ചെയ്യുന്നത്, അവന്റെ സംസാരം, അവന്റെ പ്രവൃത്തി, അവന്റെ പ്രസംഗം, അവന്റെ ഇടപാട് യെസ് ഹല്ലേലൂയ ഒരു സേവനം, ഒരു മാനുഷികമല്ല, പകരം ദൈവം അവനിൽ വസിച്ചിട്ട് ചെയ്യുന്നതാണ്. പരിശുദ്ധാത്മാവുള്ള ദൈവവൈദ്യങ്ങൾക്ക് മനസ്സിലാകും. യെസ്, ലോകത്തിന് മനസ്സിലാവണമെന്നില്ല, പക്ഷെ ലോകത്തിന് അവന്റെ പ്രത്യേകത കാണാൻ പറ്റും. ആമേൻ. ഓ പ്രിയ ദൈവമക്കളെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതവും ഹല്ലേലൂയ, ഇത്രയും നാള് നിങ്ങൾ ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നു മുതലേ നിങ്ങളുടെ റൂട്ട് മാറ്റിപ്പിടി. യേശുവിൽ വസിച്ചിട്ട്, യേശു നിങ്ങളിൽ വസിച്ചിട്ട്, യേശു പറയുന്നത് നിങ്ങൾ ചെയ്തു തുടങ്ങ്. ഇതുവരെ കാണാത്ത വിജയം, ഇതുവരെ കാണാത്ത ഒരു പ്രവൃത്തിയിലുള്ള പ്രത്യേകത യെസ് ആമേൻ നിങ്ങളും കാണും. യെസ് അല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവര്, നിങ്ങളുടെ യെസ് ആമേൻ പുറമേ ഉള്ളവരും കാണും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കൂട്ടത്തിലുള്ളവരും കാണും, അവിശ്വാസികളും കാണും. എന്റെ കാര്യത്തിൽ അത് ശരിയാ. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്നതും എൻ്റെ പ്രൊഫഷണൽ ആവട്ടെ, സ്പിരിച്വൽ ആവട്ടെ, ഏത് മണ്ഡലവുമാവട്ടെ, യെസ്, ഞാൻ എൻ്റെ പവറിലല്ല ചെയ്യണം. യേശു എന്നിൽ വസിച്ച് ചെയ്യും. അതിനുവേണ്ടി യേശു ഒരു കാര്യം, എന്നെ ഒരുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. ഞാൻ ചെറുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്നതിന് മുമ്പേ എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ കഴിവിൽ ആശ്രയിച്ച് ചെയ്ത സാധനങ്ങളൊക്കെ അമ്പയെ പരാജയമാക്കിക്കൊണ്ട് ഇരുന്നായിരുന്നു. അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഒരു അവസ്ഥയിലോട്ടാണ് വരുത്തിയത്. അപ്പോ അത് മാറ്റി. അതായത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല ആമേൻ ഹല്ലേലൂയ വന്നിരിക്കുന്നത്. യേശു എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യാൻ. അത് എന്തായാണെങ്കിലും, പ്രൊഫഷണൽ ആണെങ്കിലും, സ്പിരിച്വൽ ആണെങ്കിലും, സോഷ്യൽ റിലേറ്റഡ് ആണെങ്കിലും, കുടുംബപരമായിട്ടാണെങ്കിലും, ഏത് മേഖലയാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ടുള്ള ഇൻട്രസ്റ്റ്, സ്വന്തമായ പ്ലാൻ ഇല്ല. പക്ഷേ യേശു പറയുന്ന പ്ലാൻ, യേശു പറയുന്ന കാര്യം ചെയ്തിരിക്കും. ഹല്ലേലൂയ. അത് എത്ര വലിയ മലയാണെങ്കിലും യെസ് ഹല്ലേലൂയ ഞാൻ ജയിച്ചിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതവുമേ ഹല്ലേലൂയ. യേശു കൂടെയുണ്ടോ? യെസ്, പ്രതിബന്ധം മുന്നിലിരിക്കുന്ന മല അത് പൊടിഞ്ഞു മാറും, അത് തകർന്നു മാറും. നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി യുണീക്കായിരിക്കും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും, ഉറപ്പായിട്ട് മനസ്സിലാവും. ആമേൻ. ഹല്ലേലൂയ. 12 വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ യേശു ഈ ചെയ്ത പ്രോമിസ് ഒന്ന് ആലോചിക്കേ. ഫസ്റ്റ് ഓഫ് ഓൾ, യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വൽ, അതായത് നമ്മുടെ
സ്പിരിറ്റ് യേശുവിൽ കൊടുത്ത് യേശു നമ്മൾ വസിക്കുന്ന അവസ്ഥയുണ്ട്. ഈ യേശു പിതാവിന്റെ സന്നിധിയിൽ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഈ യേശു നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും ചെയ്യുന്നേ. നമുക്കിത് അറിയില്ലാത്തതിന്റെ പ്രശ്നമായിരുന്നു. അതായത് നമുക്ക് വേണ്ടി പിതാവിനോട് വാദിച്ച്, അല്ലെങ്കിൽ ഈ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം അത് ഏറ്റവും സക്സസും ഏറ്റവും ഭയങ്കരവുമാകുവാൻ, ഏറ്റവും വിജയവുമാകുവാൻ ദൈവം യേശു തന്നെ സ്വർഗത്തിലും നമ്മളെ സഹായിക്കും, ഇവിടെ ഇരിക്കുമ്പോഴും സഹായിക്കും. അപ്പോൾ യേശു ചെയ്തൊരു വലിയ പ്രവൃത്തി നമ്മൾ എക്സ്പെക്ട് ചെയ്യും. വലിയ പ്രവൃത്തി, ചെറിയ പ്രവൃത്തിയല്ല, വലിയ പ്രവൃത്തി നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അത് എത്ര വലിയ ടാസ്ക് ആണെങ്കിലും യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു നമുക്ക് വേണ്ടി വാദിക്കുന്നു. ഓ ഹല്ലേലൂയ, നമ്മൾ ആ പ്രവൃത്തി ചെയ്തിരിക്കും. ഇനി ഒരു പ്രാക്ടിക്കലായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ഈ കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരിക്കലും മറക്കല്ല കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റാ. മുന്നിൽ പർവ്വതം വരുമ്പോൾ നമ്മൾ ഈ ബന്ധവും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റസ് ഒക്കെ കീപ്പ് ചെയ്യുകയും വിശ്വസിക്കുകയും ഈ അറിവൊക്കെ കിട്ടുകയും ചെയ്തു അല്ലെങ്കിൽ ചെയ്താലും ഈ അടുത്ത് ഞാൻ പറയുന്ന ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ പറയുന്ന കാര്യം 13-ാം വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്ത് തരും. ആമേൻ. അതായത് ഇത് കേട്ടോ, ഇത് ഭയങ്കരമായ ഒരു വചന സത്യമാണ്. അതായത് ലൂപ്പ് ഹോൾസ് നമ്മൾ തോക്കാതിരിക്കാനും നമ്മൾ ജയിക്കാനും വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ പർവ്വതത്തെ നോക്കുമ്പോൾ, പർവ്വതത്തെ കാണുമ്പോൾ നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കണം, യേശുവിനോട് ചോദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഇങ്ങനൊരു സാമ്പത്തിക പ്രശ്നമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ പോയി പരിപൂർണ്ണ വിശ്വാസം, അത് സാധനം ചെയ്തു തരൂ എന്നുള്ള കേസ് ഉറപ്പാണ്. അങ്ങനെ അത്ര ഭയങ്കരമായിട്ട് വിശ്വസിക്കണം. അല്ലെങ്കിൽ യേശുപ്പൻ നമുക്ക് അവിശ്വാസമാകുന്ന മലയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് അവിശ്വാസമുണ്ട്, അത് പരിപൂർണമായി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പം ദൈവം പറയുന്ന അനുസരിച്ച് അതിനെ മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്താക്കുക. ഈവിളുടെ പൊസിഷൻ ആണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലെ മലയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അതല്ല പുറമേ ഉള്ള മലയാളാണെങ്കിൽ, ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ യേശുവിൻ്റെ നാമം ഉപയോഗിക്കണമേ. അതിന് പ്രത്യേകതയുണ്ട്. ചുമ്മാ നമ്മൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിലാട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് കുറച്ച് നാൾ മുമ്പ് എനിക്ക് വെളിപ്പെടുത്തിയ ഒരു ട്രൂത്ത്. എനിക്ക് ഭയങ്കര അത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അതായത് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അടുത്ത വാക്യാണ് അതിൻ്റെ കാര്യം. 14-ാം വാക്യം നോക്കിയേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ശരിക്കും അവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ? 13-ഉം 14-ലും കാര്യങ്ങൾ ഏകദേശം സെയിമാ പറയണത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. Whatever you ask in my name, that I will do, so that the Father may be glorified in the Son. ക്ലിയർ ആയിട്ടുള്ള ആശയമാണ്. പിന്നെ 14-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു, ഇഫ് യു ആസ്ക് മീ എനിത്തിങ് ഇൻ മൈ നെയിം, I will do it. Oh Jesus, hallelujah. Amen. Amen. Amen.
ഓ ജീസസ്. ഈ ഒരു വാക്യം ഉള്ളതുകൊണ്ടാണ്, പ്രത്യേകിച്ച് 14 വാക്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പല ഭൗതികമായ, ലോകപരമായ പല കാര്യങ്ങളും ഓരോ ആൾക്കാരും നേടിയെടുക്കുന്നത്. അതായത് 13 വാക്യത്തിൽ യേശു പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. ഇൻ അതർ വേസ്, ദൈവികമായ, സ്വർഗീയമായ അല്ലെങ്കിൽ ദൈവികമായ പ്ലാനിൽ പെട്ട കാര്യങ്ങൾ ചെയ്തു തരും എന്നും 14 വാക്യത്തിൽ എഴുതിയേക്കുന്നത് എന്താണെന്നറിയാമോ? ഇഫ് യു ആസ്ക് മീ എനിത്തിങ്, ഓ ഹല്ലേലൂയ, യെസ്, ഇഫ് യു ആസ്ക് മീ എനിത്തിങ് ഇൻ മൈ നെയിം ഐ വിൽ ഡു ഇറ്റ്. യെസ്, ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പല കാര്യങ്ങളോ ഇല്ലെങ്കിൽ വചനത്തിന്റെ വലിയ ഇൻഡെപ്ത് നോളജോ കാര്യങ്ങളോ ദൈവിക പദ്ധതികളോ ഒന്നും അറിയില്ലെങ്കിലും ചില 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 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു പെടും. ഒരുപക്ഷെ ലൗകികമായ, ലോകപരമായ കാര്യമായിരിക്കാം, നമുക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കണം, എനിക്ക് ഇന്ന ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം വേണം, എനിക്ക് ഇന്ന കാറ് വേണം, എനിക്ക് ഇന്ന വീട് വേണം. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ചോദിച്ചാൽ കിട്ടിയിരിക്കും എന്നാണ് ഇവിടെ പറയണത്. ഈവൻ ഇറ്റ് ഈസ് നോട്ട് കംസ് അണ്ടർ ദാറ്റ് ദ എൻറ്റയർ മാസ്റ്റർ പ്ലാൻ ഓഫ് ഫോർ, അല്ലെങ്കിൽ ആ ഒരു ഹോളിസ്റ്റിക് പ്ലാനിൽ പെട്ടതല്ലെങ്കിൽ പോലും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, ചോദിച്ചാൽ, യേശുവിന്റെ നാമം ഉപയോഗിക്കണമെന്ന് മാത്രം, ദൈവം ചെയ്തു തരും. എന്തും ചോദിച്ചാൽ പറ്റത്തില്ല. സാധാരണഗതിയിൽ അവൻ ചോദിക്കത്തില്ല. കാരണം ഇത് ചോദിക്കുന്നത് ആരാ? നമ്മുടെ ഈ ഒരു വചനത്തിന്റെ ഇത്രയും നേരം പഠിച്ചതനുസരിച്ച് ആരാ ചോദിക്കുക? ദ പേഴ്സൺ ഹൂ സ്പിരിറ്റ് ഓൾറെഡി ഹാൻഡഡ് ഓവർ ടു ജീസസ്, ആൻഡ് ജീസസ് സെൻഡ് ഹിസ് സ്പിരിറ്റ് ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. ആ ഒരു സ്പിരിച്വൽ എക്സ്ചേഞ്ച് നടന്ന വ്യക്തികളാണ് ഇവൻ. അതായത് ഇവന്റെ ഉള്ളിലിരിക്കുന്ന ഇവന്റെ ആശയം, ആ പ്രോവർബ് 16:2 അനുസരിച്ച് ഇവൻ മിക്കവാറും ആഗ്രഹിക്കുന്നത്, അവൻ ആവശ്യപ്പെടുന്നത് ദൈവികമായി തന്നെ ആയിരിക്കും. അതിനകത്ത് ഒരു വ്യത്യാസം വരാൻ ഒരു ചാൻസും ഇല്ല. എങ്കിൽ കൂടിയും കുറച്ച് ഇവന്റെ ആത്മീയ മെച്യൂരിറ്റി അനുസരിച്ച് അവന്റെ ഉള്ളിലെ അവന്റെ ഈ പറഞ്ഞ മാതിരി ഞാനോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് വാട്ട് ഐ ഫീൽ, ഈ 14 വാക്യം ഈസ് മോർ ആപ്ലിക്കബിൾ ആൻഡ് മോർ പ്രാക്ടിക്കൽ ഫോർ ദോസ് ഹു കം ടു ക്രൈസ്റ്റ് ഇൻ ഏർലി സ്റ്റേജ്. അല്ലെങ്കിൽ ആ ഒരു യേശുവുമായിട്ടുള്ള അവന്റെ ഇടപാട് എൻ്റെ തുടക്കത്തിലെ സമയമുണ്ടല്ലോ, വിശ്വാസത്തിലോട്ട് ജസ്റ്റ് വരുന്ന സമയം, ആ സമയത്ത് ഇൻഡെപ്ത് നോളജ് ഒന്നും ഉണ്ടാവില്ല ആൾക്കാർ. അപ്പോൾ അവൻ അത്രയും നാൾ പഠിച്ച അവന്റെ ചിലതായ ഡീപ്പ് ഇൻസൈഡ് അബോധ മനസ്സിലോ അവന്റെ ഭൗതിക മനസ്സിലോ ഒക്കെ ചില സാധനങ്ങൾ ഉണ്ടാവും. അത് വെച്ചാണ് ഈ അതായത് പുതിയതായിട്ട് യേശുവിന്റെ അടുത്ത് ഓരോ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ആ സമയത്തൊന്നും ദൈവം ഈ പറഞ്ഞ മാതിരി അതിന്റെ ഇൻഡെപ്ത് സാധനം ഒന്നും നോക്കില്ല. ജസ്റ്റ് ഫെയ്ത്ത് നോക്കുള്ളൂ. യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നുണ്ടോ, അവൻ വിശ്വാസമുണ്ടോ, അത് ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ തുടക്ക സമയത്ത് ഒക്കെ അങ്ങ് അപ്രൂവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കാരണം ഇവനിൽ വിശ്വാസം വേണം. അതായത് യേശു ജീവിക്കുന്ന ദൈവമാ. കാരണം യേശുവിന്റെ സിസ്റ്റം എന്താ യേശു പഠിപ്പിച്ചേ? യേശുവിന്റെ അടുത്ത് പ്രവൃത്തിയുണ്ട്. അപ്പൊ യേശുവിന്റെ പ്രവൃത്തി കണ്ടിട്ട് ആൾക്കാർ വരുന്നത്. അപ്പൊ ഇപ്പോൾ പലപ്പോഴും പല സഭകള്, പല സാധനങ്ങളൊക്കെ, അതായത് രോഗസൗഖ്യമുണ്ട്, രോഗസൗഖ്യം വേണം, ഭൂതശാന്തി വേണം, പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ വേണം. ഇനി പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ അവര് ന്യൂജൻ ചർച്ചാണ്, അവര് അതായത് ഈ പറഞ്ഞ മാതിരി ഈ അനുഗ്രഹം മാത്രമേ ഉള്ളൂ, ഈ എന്താണ് പറയുക, അങ്ങനൊക്കെ ഒത്തിരി ക്രിറ്റിസിസം ചെയ്യുന്ന പാരമ്പര്യ പെന്തക്കോസ്തും പാരമ്പര്യമായിട്ടുള്ള ചിന്താഗതിക്കാരും ഒത്തിരി ഉണ്ട്.
പൊന്നു സുഹൃത്തെ, താങ്കളുടെ ആശയം തെറ്റാണ്. യേശു ആൾക്കാരെ അട്രാക്ട് ചെയ്തിരുന്നു. 10 പേര് സൗഖ്യമായിട്ട് ഒരാളെ വന്നുള്ളൂ. യേശുവിന്റെ സന്നിധിയിൽ ഒത്തിരി പേര് വന്നായിരുന്നു. ഒത്തിരി പേര് സൗഖ്യവും അവന്റെ പ്രവൃത്തി അനുഭവിച്ച് അതിന്റെ ബെനിഫിഷ്യറീസ് തന്നെയാ. പക്ഷേ ഹല്ലേലൂയ, വളരെ കുറച്ചു പേരെ യേശുവിന്റെ ആ സിസ്റ്റം എടുത്ത് അവന്റെ ശരിക്കും ട്രൂ ഡിസൈപ്പിൾഷിപ്പിലോട്ട് വന്നിട്ടുള്ളൂ. ദാറ്റ് ഡസന്റ് മീൻ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾ ഡിസൈപ്പിളും അല്ല, അവന്റെ ജീവിതം മൊത്തം ഹല്ലേലൂയ മോഷ്ടിക്കപ്പെട്ടു, അറക്കപ്പെട്ടു, മുടിക്കപ്പെട്ടു ഇരിക്കുക. അതായത് ഞാൻ ഫ്രാങ്കിലി പറയുന്നതാണ്, രക്ഷപ്പെടാൻ പറയുന്നതാണ്. അതായത് ബൈബിളിലെ ഈ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭയുടെ ദൂത് എഴുതുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ളതും ഏറ്റവും വേഴ്സായിട്ടുമുള്ള ഒരു സഭയാണ് ലവോദിക്ക സഭ. ലവോദിക്ക സഭയിലെ ആൾക്കാരെക്കാളും കഷ്ടമാണ് പല വിശ്വാസികൾ എന്ന് പറയുന്ന പെന്തക്കോസുകാരും, അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള പെന്തക്കോസ് മാത്രമല്ല, ഈ ഓഫ് കോഴ്സ് നാമധേയത്തിന്റെ അവസ്ഥയിലുള്ളവരൊക്കെ. അതിനകത്ത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറയാം. ഈ ലവോദിക്ക സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണമാകിയാൽ ലുക്വാമാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. എന്നിട്ട് പറയുന്നത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അരിഷ്ടനും, നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആമേൻ. നമ്മൾ ഇതിനെ ഡൈസെക്ട് ചെയ്യാൻ പോണേ. ഇവര് പ്രശ്നമുള്ളതാണ്. ഇവിടെ ബൈബിൾ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആത്മീയ ദാരിദ്ര്യം മാത്രമാണ്. അതായത് ആത്മീയമായിട്ട് ഇവന് ആത്മാവില്ല, അതായത് ഇവിടെ വളരെ വിശ്വാസമില്ല, കാഴ്ചയില്ല. അപ്പൊ ഇതൊക്കെ ആത്മീയമായ കാര്യമാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ പല വിശ്വാസികളും ഇതിനേക്കാളും കഷ്ടത്തിലെ അവസ്ഥയിലാണ്. അതായത് പക്ഷെ ഇവര് ഭൗതികമായി ഇവർ ഓക്കെ ആയിരുന്നു, ഇവർക്ക് പൈസ ഉണ്ടായിരുന്നു, ഇവർക്ക് അങ്ങനെ വേറെ പ്രത്യേകമായ ആത്മീയമായ പ്രശ്നം മാത്രമേ ഇവിടെ പരിശുദ്ധാത്മാവ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. കേൾക്കണേ, അതായത് ലവോദിക്ക സഭയുടെ കേസാ പറയുന്നത്. അതായത് ഈ വ്യക്തി കുറച്ചുകൂടെ അതായത് കുറച്ച് ഡീപ്പിൽ പറഞ്ഞ ഇവരുടെ ആത്മീയമായ ബലഹീനത അല്ലെങ്കിൽ ആത്മീയമായ സംഭവത്തിലാണ് ഒരു ഫെയിൽ ആയിരിക്കുന്നത്. പക്ഷെ പ്രിയ ദൈവമക്കളെ, സഭകളിലെ അധികം വിശ്വാസികളും സാമ്പത്തികമായി തകർക്കപ്പെട്ട്, ശാരീരികമായി തകർക്കപ്പെട്ട്, മാനസികമായി തകർക്കപ്പെട്ട്, എല്ലാ മണ്ഡലങ്ങളിലും മേഖലകളിലും തകർക്കപ്പെട്ടുകയും ആത്മീയമായിട്ട് തകർക്കപ്പെട്ടിട്ട് സാത്താൻ അറുത്ത് മുടിച്ച്, അതായത് മോഷ്ടിക്കപ്പെട്ട് അറക്കപ്പെട്ട് മുടിക്കപ്പെട്ട് അവന്റെ ആത്മാവ്, അതായത് യേശുവിന്റെ ആത്മാവ് അവനിൽ ഇല്ലാതെ സാത്താന്റെ ആത്മാവ് വന്ന് അവനെ നശിപ്പിച്ച് ഒരു പരുവമാക്കി ഈ ലോകത്ത് നിത്യനാശത്തെ അല്ലെങ്കിൽ വരാനുള്ള ലോകത്തിലും നശിപ്പിക്കാൻ വേണ്ടി അത്രയും വേഴ്സായ ആൾക്കാരാണ് ഈ അഭിപ്രായം പറയണേ. ന്യൂജൻ ചർച്ചില് ദൈവവും ഇല്ല, അവര് പ്രോസ്പെരിറ്റി പ്രസംഗിക്കുകയാണ്. ഓഫ് കോഴ്സ് പ്രോസ്പെരിറ്റി മാത്രമല്ല സംഭവം, പക്ഷേ യേശു വന്നത് സമൃദ്ധിയായ ജീവൻ നൽകാനാണ്. ഹല്ലേലൂയ.
ഈ പറയുന്ന ആൾക്കാർ ഒന്നിരിക്കും എല്ലാവരും ദൈവത്തെ യഥാർത്ഥമായിട്ട് കാണുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് കാണുന്നില്ല. പക്ഷേ അതിൽ കുറച്ച് കൂട്ടമുണ്ട്. എന്റെ പോയിന്റ് ഇതാണ്, ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന പറഞ്ഞാൽ പാരമ്പര്യ ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് അവരുടെ ജീവിതത്തിലോട്ടൊരു നന്മയുമില്ല, ഒരു അത്ഭുതവുമില്ല. ഈ ലവോദിക്ക സഭയെക്കാളും കഷ്ടമായിട്ട് മോഷ്ടിക്കപ്പെട്ടും അറയ്ക്കപ്പെട്ടും മുടിക്കപ്പെട്ടും ഭയങ്കര ബന്ധനത്തിലിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഇതിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. ഐ എം നോട്ട് ബ്ലെയിമിങ് എനി വൺ. മോസ്റ്റ് ഓഫ് ദം ആക്ച്വലി ദേ ഡോണ്ട് നോ വാട്ട് ഇസ് എ റിയൽ റീസൺ ബിഹൈൻഡ് ഇറ്റ്. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവാതെ, ഈ പറഞ്ഞ ആത്മാവിന്റെ സിസ്റ്റം ഒന്നും യഥാർത്ഥമായി മനസ്സിലാകാതെ, സാത്താൻ തന്ത്രപൂർവം ആത്മാവിനെ കൈവശപ്പെടുത്തി തെറ്റായ രീതിയിൽ മനസ്സിലാക്കി പഠിപ്പിച്ച് തെറ്റായ ആശയം വെച്ച് അവന്റെ എല്ലാ ബ്ലാക്ക് സ്വഭാവങ്ങളും ഉള്ളിൽ വെച്ച്, യെസ് പ്രിയ ദൈവമക്കളെ, യഥാർത്ഥമായ യേശുവിനെ ആത്മാവിനെ കൊടുത്തില്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട് അറയ്ക്കപ്പെട്ട് ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും വലിയ നിത്യനാശത്തിലോട്ട് പോകാതെ യേശു വിളിച്ചതിന്റെ ചില ഫണ്ടമെന്റൽ തിങ്ക് ഉണ്ട്. അല്ലേ, യേശുവിനെ നമ്മളെ രക്ഷിക്കാനാണ് യേശു വിളിച്ചു ഇൻ എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്. ആ ആവർത്തന പുസ്തകം 28-1 മുതൽ 14-15 വാക്യങ്ങള് അതിൽ പെടണം നമ്മള്. അതല്ല അതിന് ശേഷമുള്ള ശാപത്തിന്റെ ബ്രാക്കറ്റിലെ ഏതെങ്കിലും ഒരു വിശേഷണത്തോടാണ് നമ്മുടെ ലൈഫിന് സാമ്യമെങ്കിൽ, സുഹൃത്തെ, നമ്മൾ മാനസാന്തരപ്പെടണം. എവിടെയും കണ്ട് തെറ്റിയിട്ടുണ്ട്, ചുമ്മാ ഒന്നും വരൂല. ദൈവത്തിന്റെ ചില ബ്രാക്കറ്റ് പീരീഡ് ആണെങ്കിൽ, ഈ ബ്രാക്കറ്റ് പീരീഡ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് അറിയാം, അവർ എപ്പോഴും ഈ ആത്മീയമായി റിച്ച് ആയിരിക്കും. അവർക്ക് ഒരുപക്ഷെ ചില ബ്രാക്കറ്റ് പീരീഡിലാണെങ്കിലും അവർക്ക് ചില ദൈവം ഏതെങ്കിലും ബ്രാക്കറ്റ് പീരീഡ് അവർക്ക് കൊടുക്കും. അതായത് അത് ഞാൻ ഇനിയിപ്പോൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും വലിയ പ്രൂഫ് സ്മിർനയിലെ സഭയുടെ ദൂത് തന്നെയാണ്. സ്മിർനയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഈ ലവോദിക്കയുടെ നേരെ ഓപ്പോസിറ്റാ. ഇവര് ഭൗതികമായ കഷ്ടതയും ദാരിദ്ര്യവും ഉണ്ട്, പക്ഷേ ആത്മീയമായി ദൈവം പറയാ, നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിക്കാനുള്ളത് പേടിക്കണ്ട. ഓ ജീസസ്, ഹല്ലേലൂയ. ഇവിടെ അവൻ സഹിക്കുന്നത് മൊത്തം ഭൗതികമാ, പുറമേയുള്ള പ്രശ്നങ്ങളാ. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവുകാരാക്കുവാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാ. ഇവിടെ ഇത് ഇയ്യോബിനൊക്കെ പറ്റിയ അവസ്ഥയാണ്. അതായത് ഇയ്യോബിനൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ അനുവാദം തന്നെ കൊടുത്തിട്ട്, കാരണം ഇവനെ ഫർദറായിട്ട് പ്യൂരിഫൈ ചെയ്ത് ഫർദർ ലെവലിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ ഇവൻ ഈ ഒരു അവസ്ഥയിലൂടെ യോസഫ് കടന്നു പോയതുപോലെ പോകേണ്ടി വരും. പക്ഷെ അങ്ങനെ ആയ സമയത്താണെങ്കിൽ ഇവന്റെ ഉള്ള്, അവന്റെ ആത്മാവ് റിച്ച് ആയിരിക്കും, അവന്റെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കും. യെസ്, അതിന് ഏറ്റവും എക്സാമ്പിൾ ഇയ്യോബിന്റെ കാര്യം, യോസഫിന്റെ കാര്യം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, ദൈവികമായ പ്രത്യേകമായ ബ്രാക്കറ്റ് പീരീഡ് ആണെങ്കിൽ, അത് അലോ ചെയ്ത് വന്നതാണെങ്കിൽ, ഹല്ലേലൂയ, താങ്കളുടെ ആത്മീയ അവസ്ഥയെ അതനുസരിച്ച് റിച്ച് ആയിരിക്കും, ആത്മീയമായി തർക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതേസമയം സാത്താൻ കയറി സാത്താന്റെ അഡ്വാൻറ്റേജിലാണ് താങ്കൾ ബുദ്ധിമുട്ടുന്നതെങ്കിൽ താങ്കളുടെ ആത്മീയവും മോശമായിരിക്കും, ആത്മീയവും തകർന്ന അവസ്ഥയിലായിരിക്കും, ഭൗതികവും തകർന്ന അവസ്ഥയിലായിരിക്കും. കാരണം സാത്താൻ സിംപിളി മോഷ്ടിച്ച് അറുത്ത് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി നീഡ് ടു ഫിക്സ് ഔട്ട്. ആ പ്രശ്നം ഫിക്സ് ചെയ്യണം, ആ പ്രോബ്ലം മാറ്റണം. അതിന് യേശുവിന് പറ്റും. ഇതിനൊക്കെയുള്ള ആദ്യ വടി എന്നുള്ളത് നമ്മുടെ സ്പിരിറ്റ് യേശുവിന് കൊടുക്കുക. കൊടുത്തു ഉറപ്പാണെങ്കിൽ യേശു അവന്റെ സ്പിരിറ്റ് നമുക്ക് തരും. പിന്നെ യേശു പറഞ്ഞു തരും. പിന്നെ യേശുവിനെ കേൾക്കുക, യേശുവിനെ ലിസൺ ചെയ്യുക. ചുമ്മാ നമ്മൾ നമ്മുടെ ആവശ്യം ഇങ്ങനെ പറയാതെ
യേശു എന്നോട് സംസാരിക്കണമേ, എന്നെ കറക്റ്റായി വഴി നടത്തണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ യേശുവെ ഞാൻ അങ്ങോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ഉറപ്പായിട്ടും താങ്കളെ വ്യക്തമായ ആശയത്തിൽ നടത്തും. എന്നെ പ്രശ്നത്തിൽ നിന്ന് എൻ്റെ കഴിഞ്ഞ കാലത്തിലെ ജീവിതത്തിൽ ഞാൻ തന്നെ ചെയ്ത, സാത്താൻ എന്നെ വശീകരിച്ച് ചെയ്യിപ്പിച്ച പല പാപമുണ്ട്, പല ശാപങ്ങളുണ്ട്, പല കുടുക്കുകളുണ്ട്, പല പ്രശ്നത്തിൽ ഞാൻ അകപ്പെടുന്നു. പല സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, പല കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ജോലിയുടെ സംബന്ധമായ പ്രശ്നമുണ്ട്, സമൂഹത്തിൽ പ്രശ്നമുണ്ട്, പല ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷേ യേശുവിനെ ഒന്ന് വിളിക്കാവോ? ആ സ്പിരിറ്റ് യേശുവിനെ ഒന്ന് കൊടുക്കാവോ? യേശു നിങ്ങളിൽ വസിക്കുകയും യെസ് ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ യേശുവിനെ പഠിപ്പിക്കാൻ നിൽക്കാതെ, യേശുവേ, ഹി നോ വാട്ട് ടു ഡു, ഹി ഈസ് ദ സെയിം വൺ ഹൂ ഹാൻഡിൽ ദ എൻ്റയർ യൂണിവേഴ്സ്. നമ്മൾ ഓരോരുത്തരെയും, എല്ലാ രാജ്യങ്ങളെയും, എല്ലാ ഈ പറഞ്ഞ സിസ്റ്റങ്ങളെയും, എല്ലാ കാലാവസ്ഥയും, എല്ലാ കാര്യങ്ങളും, എല്ലാ ചരാചരങ്ങൾക്കും വേണ്ട ഭക്ഷണം കൊടുക്കുന്ന, എല്ലാം പെർഫെക്റ്റ്ലി മാനേജ് ചെയ്യുന്ന അൾട്ടിമേറ്റ് സൂപ്പർ പവറാ യേശു. ഹി നോ എവറിത്തിങ്. നമ്മൾ അവനെ പലപ്പോഴും നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമ്മളങ്ങോട്ട് യേശുവിൻ്റെ അങ്ങോട്ട് പടപടാന്ന് ഇങ്ങനെ ഇത് ചെയ്യും. സോ ജസ്റ്റ് വെയിറ്റ്. ഹി നോസ് യുവർ പ്രോബ്ലം. താങ്കൾ യേശുവിൽ വന്നിരിക്കുന്ന യേശുവിനാൽ മാനേജ് ചെയ്യപ്പെടാനാണെങ്കിൽ he will manage it, but allow him to manage you. Allow him to rule your problem. നിങ്ങൾ ഇനി ആ പ്രശ്നം കൊണ്ടുനടക്കണ്ട. നിങ്ങളുടെ പ്രശ്നവും നിങ്ങളുടെ പ്രതികൂലവും കൊണ്ടുനടക്കണ്ട. യേശു പറഞ്ഞേക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ he will sustain you. നിങ്ങളുടെ ഭാരം യേശുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ കൊടുക്കുക. നിങ്ങളുടെ പ്രശ്നം, യേശു പറഞ്ഞ ക്രൂശ് എടുത്ത് അനുഗമിക്കാൻ. യേശു പറഞ്ഞ ഇതുവരെ നിങ്ങൾ ചെയ്തേക്കുന്ന നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ വിട്ടേച്ചോടാനൊന്നും അല്ല പറഞ്ഞേക്കണേ. അതല്ല എൻ്റെ സിസ്റ്റവും. നിങ്ങൾക്ക് കുടുംബമുണ്ട്, നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ പല ഉത്തരവാദിത്ത മണ്ഡലങ്ങളുണ്ട്. എല്ലാം കൊണ്ടുവരെ യേശുവിലോ കൊടുക്കുക. ഹി വിൽ മാനേജ് ഇറ്റ് പെർഫെക്റ്റ്ലി. ഹല്ലേലൂയ. നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് മേഖലകളാണെങ്കിലും തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാ നിങ്ങളുടെ മുന്നിലെങ്കിലും, ഹല്ലേലൂയ. ഇന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ. ആമേൻ. അത് വിശ്വാസത്തിൽ ഉറച്ചും ഭയങ്കര പവർഫുൾ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കും അത് ആവശ്യമാ. വിശ്വാസത്തിൽ തകർന്ന്, ജീവിതത്തിൽ തകർന്ന് ഒരു പരുവായിരിക്കുന്ന വ്യക്തികൾക്കും ആവശ്യമാ യേശു. യെസ്. ഇന്ന് ദൈവം നമ്മളെ പുതിയതാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവം നമ്മളെ ഹല്ലേലൂയ പുതിയ ശക്തിയോടെ, പുതിയ ഉറപ്പോടെ, പുതിയ ബലത്തോടെ, യെസ് ഹല്ലേലൂയ. ഇന്ന് മുതൽ പ്രതിബന്ധത്തെ ഓടി ഒളിക്കുകയല്ല, അവന്റെ മുഖത്ത് നോക്കിയതിനെ നശിപ്പിച്ചോണം. യേശുവിന്റെ നാമത്തിൽ യേശുവിനെ വിളിച്ചു വരുത്തുക, യേശുവിനെ കൂടുക. യെസ് ഹല്ലേലൂയ. അന്ധകാര ശക്തിയിലെ യേശു പറയുന്ന സ്ട്രാറ്റജിയിൽ നശിപ്പിക്കുക. യേശു പറഞ്ഞു തരും എന്തായാലും മാർഗം. യേശുവിനാണോ മാർഗമില്ലാത്തത്? ഹല്ലേലൂയ. സാത്താൻ പലപ്പോഴും നമ്മളെ ചെസ് കളിക്കുന്ന പോലാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. സാത്താൻ ഒരിക്കലും ഇങ്ങനെ ഡയറക്റ്റ് ആയ രീതിയിൽ അല്ല നമ്മളെ ഡിഫീറ്റ് ചെയ്യുന്നത്. തന്ത്രപരമായ രീതിയിലാണ്, പുറയിലൂടെയാണ്, വശങ്ങളിലൂടെയാണ്. വളരെ അപൂർവം കേസിൽ മാത്രമേ ഉള്ളൂ സ്ട്രേറ്റ് ആയിട്ട് വരുന്നു. സ്ട്രേറ്റ് ആയിട്ട് വരും. അതായത് ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായ ഭയങ്കര ഹൈ ലെവലിലാണെങ്കിൽ സാത്താന്റെ പിടിയും വിടും. സാത്താൻ അപ്പം നേരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതായത് അന്ധകാര ശക്തി അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ, പല സ്പിരിച്വൽ സാധനങ്ങളൊക്കെ. പക്ഷെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ നശിപ്പിച്ചേക്കാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമുണ്ട്. ജസ്റ്റ് യൂസ് ഇറ്റ്. സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടണം. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ച് കളയണം. ഹല്ലേലൂയ. വി ക്യാൻ മൂവ് ഫോർവേഡ്. പക്ഷെ ഇതൊക്കെ യേശു പറയുന്ന അനുസരിച്ച് ചെയ്യാവൂ. ഡോണ്ട് അപ്ലൈ യുവർ ഓൺ ഐഡിയാസ്. ഈവൻ ഈ ബൈബിളിൽ കേട്ട വചനം പോലും നമ്മുടെ അബോധ മനസ്സിൽ അത് ഇംപ്ലാന്റഡ് ആയിരിക്കാം.
നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ഇംപ്ലാന്റഡ് ആയിരിക്കാം. അപ്പൊ ഞാൻ ഈ തന്ത്രം ഒന്ന് ഉപയോഗിച്ചോട്ടെ, ഞാൻ ആ തന്ത്രം ഒന്ന് ഉപയോഗിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സാത്താനെ ഞാൻ ഒന്ന് ശാസിച്ചു നോക്കട്ടെ, ഈ പറഞ്ഞ ആ, ഈ പറഞ്ഞ പർട്ടിക്കുലർ പ്രശ്നത്തെ ഞാൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. നോ നോ നോ, ദാറ്റ് ഈസ് നോട്ട് ദ വേ. ദാറ്റ് ഈസ് നോട്ട് ദ വേ. സീരിയസ്ലി നോട്ട് ദ വേ. യു മസ്റ്റ് കൺസൾട്ട് വിത്ത് ഗോഡ്. യേശുവേ, ഐ ഹാവ് ദിസ് പ്രോബ്ലം, വാട്ട് ഷാൽ ഐ ഡു? ഐ നീഡ് യുവർ ഗൈഡൻസ്. ഓ എന്ന് ഹല്ലേലൂയ. ഓ ജീസസ്, ആമേൻ. ഇങ്ങനെയൊക്കെ വരുമ്പോ ആമേൻ ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും യേശു പറയുന്നത് ആ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ആ ആട് പോകുന്ന ആ കാര്യം എപ്പോഴും ഓർത്തോ. ഹല്ലേലൂയ. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കും, ഓരോരുത്തരെ പേർ വിളിച്ച് പുറത്തുകൊണ്ട് പോകും. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കും. അത് നമ്മൾ ഈ ലോകയാത്രയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലമോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെ എടുക്കാതെ ഓൾവേസ് റിമെമ്പർ, നമ്മളൊരു യാത്രയിലാണ്. നമ്മുടെ ആയുസ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സെക്കൻഡും തീർന്നുകൊണ്ടിരിക്കുക, ടക്ക് പിന്നെ അത് അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു യാത്രയാണ്. അപ്പൊ നമ്മുടെ യാത്രയിൽ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് നോട്ട് സംതിങ് വി പ്ലാൻ ആൻഡ് വി ഡു എന്നൊക്കെ സാധാരണ ലോകത്തിലെ ആൾക്കാർ പറയുന്ന പോലെ ഒരു വിശ്വാസിയാണ് താങ്കളെങ്കിൽ താങ്കൾക്ക് അത് പറ്റിയ പണിയല്ല, പറ്റത്തില്ല. ദാറ്റ് ഇസ് നോട്ട് ദ വേ. അതാണ് പരിപാടിയെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം യേശുവിന് വേണ്ടത് ഒരു ആടിനെയാണ്, യേശുവിന് വേണ്ടത് ഒരു ഒരു സെർവന്റിനെയാണ്. യെസ്, ഞങ്ങളിത് പറയുമ്പോൾ യെസ് പിന്നെന്തിനാ എന്നെ ഇത്രയും പഠിപ്പിച്ചത്, പിന്നെ എന്തേ, പിന്നെ എനിക്ക് ഒരു കഴിവില്ലേ? സുഹൃത്തെ, യേശു ദൈവം ആയവൻ അവന്റെ സകല പദവിയെയും കളഞ്ഞിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദാസ്യ രൂപം എടുത്ത് ഇവിടെ വന്നിട്ട് ഹല്ലേലൂയ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവൻ പരിപൂർണമായി പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ട് സർവനാമത്തിനും മേലായ നാമം പിതാവിന് കൊടുത്തിട്ട് ഏറ്റവും ഉന്നതമായ രീതിയിൽ ഹല്ലേലൂയ അവനെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന സെയിം ദാസ്യത്തിന്റെ സിസ്റ്റമാ. if you deny anything for his name's sake, അത് നിങ്ങൾ ഡിനേ ഒന്നും അല്ല ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ വലിയ ബുദ്ധിയിൽ ഈ നിങ്ങളുടെ എൻ്റെയർ ആയുസ് കൊണ്ട് എത്ര വലിയ ബുദ്ധിയുള്ളവനായിക്കോട്ടെ, എത്ര വലിയ കഴിവുള്ളവനായിക്കോട്ടെ, നിങ്ങളുടെ മുഴുവൻ കഴിവും മുഴുവൻ കപ്പാസിറ്റിയും ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നേടിയെടുക്കുന്നതിനേക്കാൾ യേശുവിന് നിങ്ങൾ ഒരു 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 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നിങ്ങളുടെ ജീവിതം ചെയ്തു തരാൻ പറ്റും. ഹല്ലേലൂയ. Because my God is that powerful. Yes, this is prophecy for me, prophecy for us. യേശുവിന് ഹല്ലേലൂയ. യെസ്, യേശുവിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രിയദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവന് നമ്മളെ വേണം. നമ്മുടെ ഒരു കഴിവ് ഒരു മിടുക്കും അവന് വേണ്ട. He know what to do. He need empty vessel, a complete surrendering heart, a obedient servant. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അത് എത്ര വലിയതാണെങ്കിലും we will overcome, we will defeat it if Jesus is with us. യേശുവിനോട് ചേർന്ന് മുന്നോട്ട് പോകും. എത്ര വലിയ പ്രതികൂലം, എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് ഇട്ടേച്ച് പോകരുത്. പരിശുദ്ധ ഒരു കാര്യം കൂടെ പറയുവാൻ ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നുവല്ലോ, നമ്മുടെ
ജീവിതം ഒരു ടൈം ഫ്രെയിമിൽ ഓടുന്ന ഒരു സാധനമാണ്. യേശു എന്നെ ഈ ദിവസങ്ങളിലൊക്കെ പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ എന്ത് കാര്യം നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടാലും ആ കാര്യത്തിന് ചില ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൈവം തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യണം, വാട്ട് ടു ഡു, ഇൻസ്ട്രക്ഷൻ, ഹൗ ടു ഡു ദ ടീച്ചിങ് ആൻഡ് ദ യാത എന്ന് പറയുന്നത് ദൈവത്തിന്റെ നോളജ് ആണ്. എന്താണ് ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് അതിനെക്കുറിച്ച്. പിന്നെ ആരൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കേണ്ടത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ, ആരൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, എങ്ങനെ അത് ചെയ്യിപ്പിക്കണം, ആരെ കൂട്ടി ചെയ്യിപ്പിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിങ്, വെൻ ടു ഡു. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആ ഒരു നാഴികയുടെ കാര്യം പറഞ്ഞായിരുന്നു. എൻ്റെ പോയിന്റ് ഇതാണ്, പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കുന്ന പോയിന്റ്. നമ്മുടെ മുമ്പിൽ ഒരു പ്രതിബന്ധമോ വന്നു, ആ സാധനത്തെ അപ്പോൾ നോക്കി ദൈവത്തെ അപ്പോൾ വിളിച്ച് വരുത്തി അതിനെ ഡീല് ചെയ്തില്ലെങ്കിൽ ആ പ്രതികൂലം അത് അങ്ങനെ തന്നെ നിൽക്കും. അത് നമ്മളെ മുന്നോട്ട് വിടത്തില്ല. മുന്നോട്ട് വിടുന്നില്ല എങ്കിലും ഒരു കാര്യം നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ whenever you ask God, അല്ലെങ്കിൽ whenever God gives some instruction to do something or execute something, always ask God about the time frame. എപ്പം ചെയ്തു തീർക്കണം, എപ്പോഴാണ് അത് ചെയ്യേണ്ടതെന്നും കൂടി സമയം ചോദിക്കുക. ഇനി ആ സമയത്തോ അല്ലെങ്കിൽ അപ്പോഴോ അതിന് മുമ്പോ ഈ പറഞ്ഞ അന്ധകാര ശക്തി മാറ്റി നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും പ്രതിബന്ധം വന്നാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ദൈവത്തോട് ഈ പ്രത്യേകിച്ച് സമയത്തിൻ്റെയും കാര്യം പറഞ്ഞിട്ട് ദൈവത്തെ വിളിച്ചു വരുത്തി ആ പ്രശ്നത്തെ മാറ്റി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാതെ തടസ്സം വന്നു എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ പ്ലാനും ഡ്രാഗ് ആകുവാൻ അല്ല ദൈവത്തിന്റെ സിസ്റ്റം. യേശു കേവലം 3.5 വർഷം കൊണ്ട് തന്നെ അവന്റെ ശുശ്രൂഷ കഴിച്ചെങ്കിൽ നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ ടാസ്കും നമ്മുടെ ആക്ടിവിറ്റീസും വളരെ ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെ ചെയ്യണം. ദാറ്റ് ഈസ് ദ വേ. പ്രശ്നം എന്നാ അറിയോ, വി ആർ നോട്ട് ആസ്കിങ് ദ ടൈം ഫ്രെയിം. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഗോഡ് ആക്ച്വലി many of the time God give very specific instruction how to do, what to do, when to do. I'm sorry, എങ്ങനെ, വാട്ട്, ഹൗ, വൈ ഒക്കെ ഞാൻ ചോദിക്കാറുണ്ട്, കിട്ടാറുണ്ട്. പക്ഷെ വെൻ എന്നുള്ള കേസ് ഞാൻ ഈ അടുത്ത കുറച്ച് നാളെ മുമ്പ് ദൈവനോട് ശരിക്കും അത് മനസ്സിലാക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഷുഡ് നോട്ട് ഓപ്പൺ ഇറ്റ് ഫോർ എവർ. ദാറ്റ് ഈസ് നോട്ട് ദ വേ. We should adhere with the time frame that God has designed or planned for that execution, that particular activity. Yes, ഇതാണ് ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ ശക്തമായ ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയും. നമ്മുടെ മുന്നിൽ എത്ര വലിയ പ്രതികൂലമോ പ്രതിബന്ധമാണെങ്കിലും അതൊരു എക്സ്ക്യൂസ് അല്ല. വി വിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് യേശുവിൻ്റെ സഹായം എടുക്കുക, അതിനെ തകർത്തു മാറ്റുക, മുന്നോട്ട് പോവുക. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.